Good morning to all. Today we are going to have the second session of the subject Basic Medical Science for the third semester Biomedical Engineering students. Our resource person for today's session is Srimati Roshni KV, lecturer in Biomedical Engineering, AWH Polytechnic College, Calicut. She did her BTech in Medical Electronics from Anna University and worked as Biomedical Engineer in Vijaya Hospital, Chennai for 2 years. From 2017 onwards, she is working as lecturer at AWH Polytechnic College, Calicut. I welcome Roshni teacher to start the session. Also, I welcome all the students who joined the meeting to attend the session. Students, please note that if you have any questions, you can ask through the Q&A panel. The questions will be answered at the end of the session. Once again, I welcome Roshni teacher to start the session. Teacher, now you can start the session. Okay, thank you. Good morning, everyone. Today's our topic is elementary tissues and biological sensors. You already know what is about cells and all the body systems in the last class. We all know that cells are a basic functional unit of all living organism. അത് ഒരു ഹ്യൂമന്റെ എല്ലാ ലിവിങ് ഓർഗാനിസിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെൽസ് ആണ്. ഓക്കെ, ഈ സെൽസ് കമ്പൈൻ ചെയ്തിട്ട് അത് സെൽസ് കമ്പൈൻ ടുഗദർ ടു ഫോം സർട്ടൻ ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ സെയിം സ്പെസിഫിക് സ്ട്രക്ചർ mean first one is energy production, second one immunological processes, third one production of secretions. എനർജി പ്രൊഡക്ഷൻ, ഹ്യൂമൻ ബോഡിനകത്ത് എനർജിയുടെ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള എഫക്ട്, അതായത് നമ്മുടെ ബോഡിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസിന്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ബാക്ടീരിയ, വൈറസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള വരുന്ന കമ്പോണൻസിനെല്ലാം പ്രിവെന്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വന്നിട്ട് സെക്രീഷൻസ്, നമ്മുടെ ബോഡിനകത്തുള്ള സെക്രീഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഇനി വരുന്നത് ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻസ്. മെയിൻ ക്ലാസിഫിക്കേഷൻ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ വന്ന് epithelial tissues, രണ്ടാമത്തേത് കണക്റ്റീവ് ടിഷ്യൂസ്, തേർഡ് വൺ മസിൽ ടിഷ്യൂസ് ആൻഡ് ഫോർത്ത് വൺ നെർവസ് ടിഷ്യൂസ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഇത് നിങ്ങൾ എലിമെന്ററി ക്ലാസ് ഒരു 8 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ടാവും. എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ സർഫേസ്, ബോഡിന്റെ ഔട്ടർ സർഫേസ് മെയിൻ ആയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് എല്ലാത്തിന്റെ, അതായത് നമ്മുടെ ഓവറോൾ ബോഡി സിസ്റ്റത്തിന്റെ ഔട്ടർ സർഫേസ് ഓഫ് ദ ബോഡി വന്നിട്ട് ഓർഗൻസിന്റെ ആയാലും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ ഔട്ടർ സർഫേസ് എപ്പോഴും എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ സെൽസ് ആണ്. അതേപോലെ ഇത് ഇന്നർ സർഫേസ്, അതേപോലെ അതായത് എല്ലാ ആക്ടിവിറ്റീസിന്റെയും എല്ലാ ക്യാവിറ്റീസിന്റെയും ഇന്നർ സർഫേസ്, അതായത് മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാ ക്യാവിറ്റീസിന്റെയും ഇന്നർ സർഫേസും അതേപോലെ തന്നെ ഔട്ടർ സർഫേസും എന്താണ് എപ്പോഴും എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ഇനി എക്സാമ്പിൾസ് പറഞ്ഞാൽ എപ്പിഡെർമിസ്, നമ്മുടെ ബോഡിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്കിന്നിന്റെ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ലെയർ ആണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിനകത്ത് ബ്ലഡ് വെസൽസ് ഫൗണ്ട് അല്ല, ദർ വിൽ ബി നോ ബ്ലഡ് വെസൽസ് ഇൻ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഇത് എങ്ങനെയാ പക്ഷെ റിസീവ്സ്, അതായത് നമുക്ക് എപ്പോഴും സെൽസിന് ജീവിക്കണം എന്ത് വേണം, അതായത് ഇതിന് ന്യൂട്രിയൻസ് കിട്ടണം. അതെങ്ങനെയാ ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഡിഫ്യൂഷനും ഓസ്മോസിസും, അതായത് അതിന്റെ സറൗണ്ടിങ് ടിഷ്യൂ, അതായത് തൊട്ട് അണ്ടർലൈൻ സ്ട്രക്ചറിലുള്ള കണക്റ്റീവ് ടിഷ്യൂസിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യും, ഇത് ഡിഫ്യൂസ് ചെയ്തിട്ടും ഓസ്മോസിസ്, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ ലെവൽ, അതായത് എപ്പോഴും കോൺസെൻട്രേഷൻ കൂടിയ ഏരിയന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഏരിയയിലേക്കുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റ്, അതായത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ സെയിം ലെവൽ ആവുന്നവരെ ഉള്ള വാട്ടറിന്റെ മൂവ്മെന്റിനാണ് എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. രണ്ടായാലും ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കണക്റ്റീവ് ടിഷ്യൂസ്, അതായത് അണ്ടർലൈനിങ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾസിനെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് പറയുന്നത്. ഈ പ്രോസസ്സ് കാരണമാണ് എന്ത് ചെയ്യുന്ന ബ്ലഡ് വെസൽസിനകത്തേക്ക് എപ്പോഴും ബ്ലഡ് വെസൽസ് ഇല്ലെങ്കിലും എപ്പിത്തീലിയൽ ടിഷ്യൂസിന് സബ്സ്റ്റൻസസ് കിട്ടുന്നത്. നെക്സ്റ്റ് വന്ന് ഫങ്ഷൻസ്. മെയിൻ ആയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ വന്ന് സെക്രീഷൻ. അത് എന്താണ്, നമ്മുടെ നോർമലി പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ ഓഫ് എന്തിന്റെ, നമ്മുടെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻസ്, സെക്രീഷൻസ് ഒക്കെ. സെക്കൻഡ് വന്ന് സെലക്റ്റീവ് അബ്സോർപ്ഷൻ, സെലക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻസ്, അതായത് എന്തിനൊക്കെയാണോ വേണ്ടത് അതിനൊക്കെ അബ്സോർബ് ചെയ്യാം.
അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ അകത്തുള്ള അബ്സോർപ്ഷൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാം. നെക്സ്റ്റ് വന്ന് പ്രൊട്ടക്ഷൻ, അതായത് എക്സ്റ്റേണൽ വേൾഡിന്റെ അകത്തുള്ള, അതായത് നമ്മുടെ ബോഡിക്ക് നെസസറി അല്ലാത്ത സാധനങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതായത് എന്ത് ആസ് ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ, അതായത് എന്തെല്ലാം സാധനമാണോ എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂസ് ചെയ്ത് കയറാൻ പറ്റുന്നത്, അത് വെച്ച് മാത്രം എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതാണ് എന്ത് പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്ന് ട്രാൻസ്സെല്ലുലാർ ട്രാൻസ്പോർട്ട്, അതായത് ഒരു സെൽ ടു അനദർ സെല്ലിലെ ട്രാൻസ്പോർട്ട്. പിന്നെ സെൻസിങ്, അത് ഇതിനകത്ത് എന്തുണ്ടാവും, കൂടുതൽ സെൻസ്, അതായത് നമ്മുടെ ടിഷ്യൂസിന്റെ അകത്ത് നമുക്കറിയാം സ്കിന്നിന്റെ മുകളിൽ എന്തുണ്ട്, കുറെ നെർവസ് ടിഷ്യൂസ് ഉണ്ട്, അതായത് ന്യൂറോൺസ് ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെൻസ് ചെയ്യാം, നമുക്ക് വരുന്ന ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ സെൻസ് ചെയ്യാൻ എന്തുണ്ട്, ഇതിനൊരു ഫംഗ്ഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 3 പ്രിൻസിപ്പൽ ഷേപ്സ് ആണ് ഇതിനുള്ളത്, എപ്പിത്തീലിയൽ ടിഷ്യൂസിനുള്ളത്. ഫസ്റ്റ് വൺ സ്കാമോസ്, സെക്കൻഡ് വൺ വന്നിട്ട് കോളുംനാർ, തേർഡ് വൺ വന്നിട്ട് ക്യൂബോയിഡൽ. അതായത് 3, അത് ഷേപ്പിനനുസരിച്ച് 3 ക്ലാസിഫിക്കേഷൻസ്. അതേപോലെ തന്നെ ഇതിന്റെ അറേഞ്ച്മെന്റ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ സിമ്പിൾ എപ്പിത്തീലിയം അല്ലെങ്കിൽ ലെയേർഡ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം രണ്ടെണ്ണാക്കി ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് തന്നെ സ്ക്വാമോസിന്റെയും അതേപോലെ തന്നെ ഈ കോളുംനാർ, ക്യൂബോയിഡൽ, ഈ 3 അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഇതിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടും വരുന്നുണ്ട്. എന്ത് സിമ്പിൾ സ്ക്വാമോസ് എപ്പിത്തീലിയം, സിമ്പിൾ കോളുംനാർ, സിമ്പിൾ ക്യൂബോയിഡൽ, അതേപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ്, സ്ട്രാറ്റിഫൈഡ് കോളുംനാർ, സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് സെപ്പറേറ്റ് ആയി പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ സ്ട്രക്ചർ നോക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻ ആയിട്ട് സിമ്പിൾ സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചർ കുറച്ച് ഇമേജ് കണ്ടാൽ അറിയാം. മെയിൻ ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എയർ സ്പേസസ്, അതായത് ലങ്സിന്റെ അകത്തുള്ള എയർ സ്പേസസിന്റെ അകത്ത്, പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ അകത്ത്, ഹാർട്ടിന്റെ അകത്ത്, ഹാർട്ടിന്റെ ലൈനിങ്ങിനകത്തൊക്കെയാണ് എന്തിരുന്നത് മെയിൻ ആയിട്ട് സിമ്പിൾ സ്ക്വാമോസ് എപ്പിത്തീലിയംസ് കാണുന്നത്. ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസിന്, അത് അതിലൂടെയുള്ള മെറ്റീരിയൽസിന്റെ ട്രാൻസ്ഫ്യൂഷൻ അലോ ചെയ്യുക, പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രീഷൻസിനെ, ലൂബ്രിക്കേഷൻസ് ഓഫ് ദ സബ്സ്റ്റൻസും പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് ദ സിമ്പിൾ സ്ക്വാമോസ് എപ്പിത്തീലിയം. സെക്കൻഡ് വന്ന് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രീറ്ററി പോർഷൻസിന്റെ അകത്തും ഡക്റ്റിന്റെ അകത്തും, അങ്ങനെ ഗ്ലാൻസിന്റെ അകത്ത്, കിഡ്നി ട്യൂബ്സിന്റെ അകത്ത് ഒക്കെയാണ് മെയിൻ ആയിട്ട് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അബ്സോർപ്ഷനും സെക്രീഷൻസും. സിമ്പിൾ കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സീലിയേറ്റഡ് ടിഷ്യൂസിന്റെ ബ്രോങ്കി, അതായത് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, സിമ്പിൾ കോളുംനാർ എപ്പിത്തീലിയാണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ യൂറേറ്റഡ് ട്യൂബ്സിന്റെ അകത്ത്, പിന്നെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്ത്, മെയിൻ ആയിട്ട് വരുന്നത് എവിടെയാ വെച്ചാൽ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ അകത്ത്, അതായത് മെയിൻ ആയിട്ട് ട്രാക്ടിന്റെ അകത്തൊക്കെയാണ് സിമ്പിൾ കോളുംനാർ എപ്പിത്തീലിയം വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ മ്യൂക്കസിന, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് മ്യൂക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കും. അതിനെ മെയിൻ ആയിട്ട് അബ്സോർബ് ചെയ്യാം. പിന്നെ എൻസൈംസിനെ സെക്രേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ്. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റിഫൈഡ് കോളുംനാർ എപ്പിത്തീലിയം വരുന്നത്. അതിനകത്ത് എങ്ങനെയാ വെച്ചാൽ സീലിയേറ്റഡ് ടിഷ്യൂ ലൈൻ ഇൻ ദ ട്രക്കിയ, മെയിൻ ആയിട്ട് എവിടെയാ വരുന്നത് വെച്ചാൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിനകത്ത്, അതേപോലെ തന്നെ ട്രക്കിയയില്. ഓക്കെ, പിന്നെ എന്തൊക്കെ ഫംഗ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുക, സീലിയേറ്റഡ് ടിഷ്യൂസിനെ, അതേപോലെ തന്നെ മ്യൂക്കസിനെ മൂവ് ചെയ്യുക. ഇതാണ് മെയിൻ ഫംഗ്ഷൻസ്. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് ലൈൻസ് ദ, മെയിൻ ആയിട്ട് മൗത്ത് വെജിന ഒക്കെ ലൈൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എപ്പിത്തീലിയാണ്. എവിടെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇത് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രേഷൻസിനെ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് എബ്രേഷൻസ്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയാണ്. അതിൽ എങ്ങനെയാ വെച്ചാൽ സ്വെറ്റ് ഗ്ലാൻസിന്റെ പ്രസൻസ് ആവുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെറ്റ് ഗ്ലാൻസ് ആണ്. പിന്നെ സെലൈവറി ഗ്ലാൻസ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെമ്മറി ഗ്ലാൻസ്, സെലൈവറി ഗ്ലാൻസ്, അതേപോലെ തന്നെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ്, അത് മെയിൻ ആയിട്ടുള്ള ഇതാണ് ഏറ്റവും ഔട്ടർ ലൈൻ ആയിട്ട് വരുന്ന ഗ്ലാൻസ്. ഈ ഗ്ലാൻസിലൊക്കെ വരുന്നത് എങ്ങനെയാ വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയാണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ടിഷ്യൂസ്, അതായത് സറൗണ്ടിങ് ടിഷ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റിഫൈഡ് കോളുംനാർ എപ്പിത്തീലിയം. ഇത് മെയിൻ ആയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ യൂറേത്രനകത്ത്, മെയിലിനകത്ത് യൂറേത്രനകത്താണ് പ്രസന്റ് കൂടുതലുള്ളത്. പിന്നെ എങ്ങനെ ചില ഗ്ലാൻസിന്റെ ഒക്കെ ഇവിടെ വോളിന്റെ മുകളിൽ ഉണ്ടാവും. മെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഫംഗ്ഷൻസും മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ സെക്രീഷനും തന്നെയാണ്. നെക്സ്റ്റ് ആണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ഓഫ് ഈ 3, അതായത് ഈ കോളുംനാർ എപ്പിത്തീലിയത്തിന്റെ അതേപോലെ തന്നെ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെയും സിമ്പിൾ, അതായത് എന്തിന്റെയും ക്യൂബോയിഡലിന്റെയും കോളുംനാറിന്റെയും സ്ക്വാമോസിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ എന്ന് പറയുന്നത്.
ഈ ഒരു കേസ് എങ്ങനെയാ വെച്ചാൽ ബ്ലാഡറിന്റെ അകത്ത്, യൂറേറ്ററിന്റെ അകത്ത്, അതേപോലെ തന്നെ യൂട്രസിനകത്ത് ഒക്കെയാണ് ഇത് പ്രസന്റ് ആയിരിക്കുന്നത്. ഇത് എങ്ങനെയാ വെച്ചാൽ യൂറിനറി ഓർഗൻസിന്റെ അകത്ത് എങ്ങനെയാ വെച്ചാൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ഈ ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഓൾ സെൽസ്. അത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ്, സ്ട്രെച്ചിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്ററി ടിഷ്യൂസ് ആണ് കണക്റ്റീവ് ടിഷ്യൂസ്. ഇത് എവിടെയാ കാണുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഓവറോൾ ബോഡിയിൽ എല്ലാ ഭാഗത്തും എന്തുണ്ട് ഇതിനെ കാണപ്പെടുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇതിനെങ്ങനെ വെച്ചാൽ 3 മെയിൻ കമ്പോണൻസ് ആണുള്ളത്. ഫൈബേഴ്സ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആൻഡ് സെൽസ്. അതായത് ഓരോന്നിന്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച്, അതായത് ഒരു സെല്ലിന്റെ നെസസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും ഇതിന്റെ അകത്തുള്ള കോമ്പിനേഷൻസ്, അത് ഫൈബേഴ്സിന്റെയും ഗ്രൗണ്ട് സബ്സ്റ്റൻസിന്റെയും സെൽസിന്റെയും കോമ്പിനേഷൻസ് എന്ത് ചെയ്യും ചേഞ്ച് ചെയ്ത് വരും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് നോക്കാം. കണക്റ്റീവ് ടിഷ്യൂസിനെ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറും, രണ്ടാമത്തേത് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിനകത്ത് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിനെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്നും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്നും സെപ്പറേറ്റ് ആയിട്ട് 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസിനെ റെക്ടിക്കുലർ കണക്റ്റീവ് ടിഷ്യൂസ്, അഡിപ്പോസ് ടിഷ്യൂസ്, കാർട്ടിലേജസ്, ബോണ്, ബ്ലഡ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാ ഈ 2 ടൈപ്പും, അത് കണക്റ്റീവ് ടിഷ്യൂസും സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസ് ആയാലും അല്ലെങ്കിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ്, എന്ത് കേസ് ആയിട്ടുണ്ടെങ്കിലും ഇതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസിന്റെയും അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഫൈബേഴ്സിന്റെയും റേഷ്യോക്ക് അനുസരിച്ചാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ വന്ന് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിനകത്ത് ഫസ്റ്റ് വൺ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓവറോൾ ബോഡി, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് നമ്മുടെ ഓവറോൾ ബോഡിയിൽ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സറൗണ്ടിങ് ടിഷ്യൂസ് ഇനി എങ്ങനെയാ വെച്ചാൽ ഫൗണ്ട് അത് സറൗണ്ടഡ് ബൈ മെയിൻ ആയിട്ട് എന്തൊക്കെയുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ടാവും അതിനകത്ത്. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് എന്തില്ല ബ്ലഡ് വെസൽസ് പ്രസന്റ് ഇല്ല. ഇതിന്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ നിറച്ച് ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, അതേപോലെ തന്നെ മസിൽസിന്റെ സ്മോൾ സ്പേസസ് ഉണ്ട് അതിനകത്ത്, ടെൻഡൻസ് ഉണ്ട്, അതേപോലെ എല്ലാ സാധനങ്ങളും, അത് ഇത്രയും സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഇതിനായിട്ട് കണക്റ്റഡ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയത്തിന് പ്രൊട്ടക്ഷനും സെക്രീഷനും ആണ് ഉണ്ടായിരുന്നത്. കണക്റ്റീവ് ടിഷ്യൂസിന് മെയിൻ ആയിട്ട് എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗൻസിനെ ഹോൾഡ് ചെയ്യാം. പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടസ് റിസർവോയ്സ്, ഫാറ്റിന് നമ്മുടെ ബോഡിനകത്തേക്ക് വരുന്ന ഫാറ്റ്, വാട്ടർ, സോൾട്ട്, ഇതിനെല്ലാം റിസർവോയ്സ്, അത് ഇതിനൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഉള്ളിലാണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ബോഡി ഹീറ്റിനെ ജനറേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഫസ്റ്റ് ആണ്. ഇതിൽ എങ്ങനെയാ വെച്ചാൽ മെയിൻ ആയിട്ട് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് പറഞ്ഞ ടൈമിൽ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ വന്ന് അരിയോളാർ ടിഷ്യൂസ് എന്ന് പറയും. ഇത് എങ്ങനെയാ വെച്ചാൽ ഓർഗൻസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിയോളാർ ടിഷ്യൂസ് ഉള്ളത്. ഓക്കെ, ഇത് പിന്നെ എങ്ങനെയാ വെച്ചാൽ വാട്ടറിന്റെ, സോൾട്ടിന്റെ, അതേപോലെ തന്നെ വേസ്റ്റ്, അത് സറൗണ്ടിങ്ങിനകത്തേക്ക് പോകേണ്ട വേസ്റ്റിന്റെ ഒക്കെ എന്തിനു വേണ്ടി, സ്റ്റോറേജിന് വേണ്ടിയിട്ട് റിസർവോയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അരിയോളാർ ടിഷ്യൂസ് ആണ്. താഴെ നോക്കി അതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, കാണാം, ഫർദറായിട്ട് നോക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ റെറ്റിക്കുലർ ടിഷ്യൂ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് റെറ്റിക്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഫംഗ്ഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് സോഫ്റ്റ് ടിഷ്യൂസിന്റെ അകത്തെ ഫൈബേഴ്സ്. ഓക്കെ, സോഫ്റ്റ് ടിഷ്യൂസിന്റെ അകത്തെ ഫൈബേഴ്സ് റെറ്റിക്കുലർ ടിഷ്യൂസ് ആണ്. അതേപോലെ തന്നെ സപ്പോർട്ട് ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള റെഡ് ബോൺ മാരോ, അതേപോലെ തന്നെ സ്പ്ലീനിനൊക്കെ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അത് മെയിൻ ആയിട്ട് വരുന്ന എങ്ങനെ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, അതേപോലെ തന്നെ റെഡ് ബോൺ മാരോ, അതേപോലെ തന്നെ സ്പ്ലീനും പോലെയൊക്കെയുള്ള ലിംഫോയിഡ് ആയിട്ടുള്ള ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. റെറ്റിക്കുലർ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് താഴെ നോക്കിയാൽ റെറ്റിക്കുലർ ടിഷ്യൂസിന്റെ ഇമേജ് കാണാം. മെയിൻ ആയിട്ട് എങ്ങനെയാ വെച്ചാൽ മെയിൻ ആയിട്ട് കൊളാജൻ ഉണ്ട്, അതേപോലെ ഇലാസ്റ്റിൻ, ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ പറഞ്ഞ കമ്പോണൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് തേർഡ് വൺ ആണെന്ത് അഡിപ്പോസ് ടിഷ്യൂസ്. തേർഡ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്, അതായത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതിനകത്ത് ഫംഗ്ഷൻ വന്ന് ഫസ്റ്റ് ഫംഗ്ഷൻ ബോഡി ഫാറ്റിന്റെ സ്റ്റോറിങ്. മെയിൻ ആയിട്ട് സ്റ്റോറിങ് പർപ്പസ് ആണെന്ത് അഡിപ്പോസ് ടിഷ്യൂസിനുള്ളത്. ബോഡി ഫാറ്റിന്റെ സ്റ്റോറിങ് ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്തുള്ള ബോഡി ഫാറ്റ് വന്ന് സ്റ്റോർ ആവുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനർജീനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ബോഡി ഹീറ്റിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അഡിപ്പോസ് ടിഷ്യൂസ് ആണ് ആക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. നെക്സ്റ്റ് ആണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് 2 ടൈപ്പ് ഓഫ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസ്. ഡെൻസ് റെഗുലർ കണക്ട് ആണ് നോക്കിയ രണ്ടിന്റെ ഇമേജ് കാണാം. അത് ഡെൻസ് റെഗുലറിനകത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ
ലെസ് അതിന് ബ്ലഡ് സപ്ലൈസ് ഓൾറെഡി എങ്ങനെ വെച്ചാൽ അതിനകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബ്ലഡ് സപ്ലൈ കുറഞ്ഞ പാർട്സിന് എന്തായിരിക്കും അല്ലെങ്കിൽ ടിഷ്യൂസിന് എന്തായിരിക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ ഹീലിംഗ് പ്രോസസ് ഭയങ്കര ലോങ് ആണ്. അതായത് അവിടത്തേക്ക് വരുന്ന മിനറൽസിന്റെ ആയാലും വിറ്റാമിൻസിന്റെ ആയാലും എന്ത് സാധനത്തിനായാലും നമ്മുടെ ബോഡി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ എടുക്കും. അതേപോലെ ഇതിന്റെ ഫംഗ്ഷൻ എന്താ മെയിൻ ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷൻ, അതായത് രണ്ട് ടിഷ്യൂ തമ്മിലുള്ള കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പുള്ളിംഗ് ഫോഴ്സസിനെ സ്റ്റോപ്പ് ചെയ്യുക, അതായത് പ്രിവെന്റ് ചെയ്യുക. മെയിൻ ആയിട്ട് വരുന്ന പുള്ളിംഗ് ഫോഴ്സസിനെ അതിന്റെ മുകളിലേക്ക് അപ്ലൈ ആവുന്ന നമ്മുടെ ബോഡിയിലേക്ക് അപ്ലൈ ആവുന്ന ഫോഴ്സസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് മെയിൻ ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ. പിന്നെ ഇങ്ങനെ എന്താ ഇറ്റ് ഇസ് സ്ലോ ടു ഹീൽ ആണ്. നെക്സ്റ്റ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസ്. ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെർമിസിന്റെ ഡീപ് ലെയർ. നേരത്തെ നമ്മൾ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിഡെർമിസ്, അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള സ്ട്രക്ചറിനകത്ത് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് മിനറൽസും വാട്ടറും ഒക്കെ ഡിഫ്യൂസ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇതിന്റെ നമ്മുടെ ഡെർമിസിന്റെ അണ്ടർലൈങ് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇതിനെങ്ങനെയാ വെച്ചാൽ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ വരുന്ന സ്ട്രക്ചേഴ്സിന് എന്ത് ചെയ്യാം, മേലെ വരുന്ന സ്ട്രക്ചേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുക, സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ സ്ട്രെങ്ത് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു സ്ട്രെച്ചിങ് ഫോഴ്സ്. സ്ട്രെച്ചിങ് ഫോഴ്സിന് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസ്. നേരത്തെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് മെയിൻ ആയിട്ട്. അതിനകത്ത് രണ്ടാമത്തേതാണത് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് 5 ക്ലാസിഫിക്കേഷൻ ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ റെറ്റിക്കുലാർ, സെക്കൻഡ് വൺ എഡിപ്പോസ്, തേർഡ് വൺ കാർട്ടിലേജസ്, പിന്നെ ബോണ്, ബ്ലഡ്. അതിനകത്ത് രണ്ടെണ്ണം, ഫസ്റ്റ് റെറ്റിക്കുലാറും എഡിപ്പോസും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കാർട്ടിലേജസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർട്ടിലേജസ് എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബോണി പാർട്സ്, അതായത് നമ്മുടെ ബോണിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ട് ജോയിന്റ്സിന്റെ അകത്ത് എന്ത് ചെയ്യുക, തേയ്മാനം, വിയർ പ്രോബ്ലംസ് കേട്ടില്ലേ, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കാർട്ടിലേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ സ്മൂത്ത് ഇലാസ്റ്റിക് ടിഷ്യൂസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എവിടാ ലോങ് ബോൺസിന്റെ എൻഡിങ്സ്, അതായത് എന്ത് ചെയ്യും, ജോയിന്റ്സിന്റെ കേസിൽ എങ്ങനെയാ വെച്ചാൽ ലോങ് മൂവ്മെന്റ്, അതായത് നമ്മൾ കുറെ കാലം മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ കൂടുതൽ ആക്ടിവിറ്റീസ് ആ ഏരിയയിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരുന്ന സമയത്ത് എന്തുണ്ടാവും, വിയർ ആൻഡ് ടിയർ പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിന്റെ അകത്ത് നമ്മുടെ ജോയിന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, റബ്ബർ ലൈക്ക് പാഡിങ്സ് ആയിട്ടുള്ള ഈ കാർട്ടിലേജസ് എന്ന് പറയുന്ന ടിഷ്യൂസ് ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്, അതായത് സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിബ് കേജസ്, ഇയറിനകത്ത്, നോസിനകത്ത്, ബ്രോങ്കിയൽ ട്യൂബ്സിനകത്ത് ഒക്കെ എന്താണ് കാർട്ടിലേജസ് പ്രസന്റ് ആണ്. നെക്സ്റ്റ് ആണ് ബോൺ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എന്താണ് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബോൺ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഹാർഡ്, നിങ്ങൾക്ക് തന്നെ അറിയാം ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. ഇതിനകത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണികോം ലൈക്ക് മാട്രിക്സ്, അത് ആ ഫോർമാറ്റിലാണ് എന്തുള്ളത്, നമ്മുടെ ബോണിന്റെ സ്ട്രക്ചർ ഉള്ളത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോൺ റിജിഡിറ്റി, അതായത് ബോണിന്റെ റിജിഡിറ്റി കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണികോം ലൈക്ക് സ്ട്രക്ചർ ഓഫ് ദ എന്താണ് ഈ ബോണിന്റെ ടിഷ്യൂസിന്റെ സ്ട്രക്ചർ ആണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് കുറെ ടൈപ്പ് ഓഫ് ബോൺ സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത് ബോൺ, അതായത് ബോൺ ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്റ്റോർസ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സെൽസിന്റെ അകത്ത് ബോൺ സെൽസിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോർ ആവുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിനെ സ്റ്റോർ ചെയ്യുക. അതേപോലെ തന്നെ ബോണിന്റെ അകത്തിൽ ബോൺ ടിഷ്യൂസിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മുടെ ബോൺ മാരോന്റെ അകത്താണ് എന്തുണ്ടാകുന്നത്, ബോണിന്റെ അകത്ത് പ്രൊഡ്യൂസ് ആവുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബ്ലഡ്. ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡി സെൽസിന്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു സെല്ലാണ് എന്ത് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്ലഡിന്റെ അകത്ത് എങ്ങനെയാണ് വരുന്നത്, ഇറ്റ്സ് എ ബ്ലഡ്. നമുക്കറിയാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡിനകത്ത് ഓവറോൾ ഫ്ലൂയിഡിനാണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് നമ്മുടെ ബോഡിനകത്തുള്ള ഓവറോൾ സബ്സ്റ്റൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നതും അതേപോലെ തന്നെ കമ്പോസ്റ്റ് ഓഫ് ബ്ലഡ്, എങ്ങനെയാണ് ബ്ലഡ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, ബ്ലഡ് വെച്ചിട്ടുണ്ടായിരുന്നത് കോമ്പിനേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആണ്. അതായത് മെയിൻ ആയിട്ട് എത്ര 3 ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. RBC, WBC അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോറി മക്കളെ,
മസിൽ ടിഷ്യൂസ് എങ്ങനെയാണ് തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്ററി ടിഷ്യൂ ആണ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് മസിൽ ടിഷ്യൂസിന്റെ കേസിൽ മെയിൻ ആയിട്ട് എങ്ങനെയാ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിനകത്ത് അതായത് മെയിൻ ആയിട്ട് കോമ്പിനേഷൻ അതായത് വേറെയുള്ള സെൽസിനോട് കമ്പൈൻ ആയിട്ട് നമ്മുടെ മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണെന്ത് മസിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ സോഫ്റ്റ് ടിഷ്യൂസ്. അത് മസിൽസ് അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എബിലിറ്റി ടു കൺട്രാക്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ് കൺട്രാക്ട് ചെയ്യുക. ഇതിന്റെ കൺട്രാക്ടിങ് ആക്ടിവിറ്റി കാരണമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആകുന്നത്. അതായത് നമ്മുടെ സ്കെൽറ്റൽ മസിൽസുമായിട്ട് സ്കെൽറ്റൽ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുക മസിൽ ടിഷ്യൂസ് കമ്പൈൻഡ് ആകുന്ന സമയത്താണ് എന്ത് ചെയ്യുക നമ്മുടെ ലോക്കോമോഷൻ ഹ്യൂമൻ ലോക്കോമോഷൻ ആയാലും ആനിമൽ ലോക്കോമോഷൻ ആയാലും പോസിബിൾ ആകുന്നത് മസിൽ ടിഷ്യൂസിന്റെ കൺട്രാക്ഷൻ എന്ന പ്രോപ്പർട്ടി കാരണമാണ്. ഈ കൺട്രാക്ഷന് കാരണമാവുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ മസിൽ ടിഷ്യൂസിനകത്ത് ഒരു കൺട്രാക്ടൈൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പ്രസൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് മൂവ്മെന്റ് കോസ് അതായത് ഇതിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കാരണമാണ് എന്ത് ചെയ്യുക ഇതിന് മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മൂവ്മെന്റ് അതായത് ഇതിനെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മസിൽസ് കൺട്രാക്ട് ചെയ്യും. ഓക്കെ മസിൽസ് ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും മെയിൻ ആയിട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യും. മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നോർമലി ബാക്കിയുള്ള സറൗണ്ടിങ് ടിഷ്യൂസ് അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബോൺ എന്ത് ചെയ്യും മൂവ്മെന്റ് ആവും. ആ സമയത്ത് എന്തുണ്ടാവും നോർമലി നമുക്ക് ലോക്കോമോഷൻ എല്ലാം ഉണ്ടാവും. നെക്സ്റ്റ് ആണ് മസിൽ ടിഷ്യൂ മെയിൻ എങ്ങനെയാ വെച്ചാൽ ഇതിൽ ഒരു മസിൽ ഫൈബേഴ്സ് പ്രസന്റ് ഉണ്ട്. അത് ഇലോങ്ങേറ്റഡ് സെൽസ് ഉണ്ട്. അതാണ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി മൂവ്മെന്റിനെ എലോ ചെയ്യുന്ന ടിഷ്യൂസ് അത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂസ് ആണെന്ന് പറഞ്ഞാല് മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മസിൽ ടിഷ്യൂസ്. മസിൽ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതിനകത്ത് ഉള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്തിന് അക്കോർഡിംഗ് ആയിട്ട് വെച്ചാൽ മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻസും ലൊക്കേഷൻസും അനുസരിച്ചാണ് മസിൽ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ സ്കെലിറ്റൽ മസിൽസ്, രണ്ടാമത്തത് സ്മൂത്ത് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽസ്, മൂന്നാമത്തത് കാർഡിയാക് മസിൽസ്. പേര് കേട്ടാൽ തന്നെ കേട്ടറിയാം ഇതെന്താ സാധനമാണെന്ന്. ഇനി ഫർദർ ആയിട്ട് നോക്കാം. ഓക്കെ ഇതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്കെൽറ്റൽ മസിൽ കണ്ടറിയാം, സ്മൂത്ത് മസിൽ അതേപോലെ കാർഡിയാക് മസിൽ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മസിൽസ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണെന്ത് സ്കെൽറ്റൽ മസിൽ. സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മസിൽസ്. അതായത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വോളണ്ടറി കൺട്രോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാൻ നമുക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി മൂവ്മെന്റ്സിന് നമ്മുടെ വോളണ്ടറി കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മൂവ് ചെയ്യാൻ പറ്റും. ആ കേസ് ഓഫ് മസിൽസിനെയാണ് സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. എങ്ങനെയാ വെച്ചാൽ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. മെയിൻ ആയിട്ട് എങ്ങനെയാ വെച്ചാൽ സ്കെൽറ്റൽ മസിൽസ് ബോൺസുമായിട്ട് അറ്റാച്ച്ഡ് ആവും. അതായത് ബണ്ടിൽസ് ഓഫ് കൊളാജൻ ഫൈബേഴ്സുമായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ട് ടെൻഡൻസ് കൊളാജൻ ഫൈബേഴ്സുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും ഇത് മസിൽസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഡ്യൂറിംഗ് ദ മൂവ്മെന്റ് അതായത് മൂവ്മെന്റിന്റെ സമയത്ത് എന്ത് ചെയ്യും ഈ മസിൽസ് എന്ത് ചെയ്യും മസിൽ സെൽസ് എന്ത് ചെയ്യും മസിൽ ടിഷ്യൂസ് കൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യും. ആ സമയത്ത് എന്തുണ്ടാവും നോർമലി മൂവ്മെന്റ് പോസിബിൾ ആവും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ബണ്ടിൽസ് ആയിട്ടാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ എങ്ങനെയാ വെച്ചാൽ മസിൽ ഫൈബേഴ്സ് അതായത് ഇത് കമ്പൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും മസിൽ ഫൈബേഴ്സ് ആവും. മസിൽ ടിഷ്യൂസ് കമ്പൈൻഡ് ആയിട്ട് മസിൽ ഫൈബേഴ്സ് ആവും. അതേപോലെ തന്നെ എന്ത് ചെയ്യും ഇങ്ങനെ കമ്പൈൻഡ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്കെൽറ്റൽ മസിൽസ് ആയിട്ട് ഡിവൈഡ് ആവുന്നത്. ഓക്കെ സ്കെൽറ്റൽ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആവുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂസ് ആണെന്ത് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇൻവോളണ്ടറി ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതേപോലെ ഇത് നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ഇറ്റ് ഇസ് മെയിൻ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ യൂണിറ്റ് അതായത് സിംഗിൾ യൂണിറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ മൾട്ടി യൂണിറ്റ് ഉണ്ടാവും. അതായത് 2 സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള മസിൽസും ഉണ്ട് അതേപോലെ തന്നെ മൾട്ടി യൂണിറ്റ് ആയിട്ടുണ്ട്. എവിടേക്കാ പ്രസന്റ് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കില് ഇൻഡസ്റ്റൈനില് അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ യൂറിനറി ബ്ലാഡറിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ യൂട്രസിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഒക്കെ എന്താണ് സ്മൂത്ത് മസിൽസ് ആണ്. അതേപോലെ തന്നെ പാസേജ് വേസ് നമ്മുടെ ഈസോഫാഗസ് പറഞ്ഞാൽ അന്നനാളം ഈസോഫാഗസിന്റെ മൂവ്മെന്റ്, അതേപോലെ തന്നെ ആർട്ടറീസ് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ആർട്ടറീസിന്റെ വെയിൻസിന്റെ അതേപോലെ തന്നെ ഓവറോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള എന്താണ് സ്മൂത്ത് മസിൽസ് ആണ്. മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിനകത്ത് പാത്ത് വേസ് ഒക്കെ മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ആരാണ് സ്മൂത്ത് മസിൽസ് ആണ്. ഓക്കെ പിന്നെ റെസ്പിറേറ്ററി ട്രാക്ടിനകത്ത് യൂറിനറി ട്രാക്ടിനകത്ത് റീപ്രൊഡ്യൂസീവ് സിസ്റ്റത്തിനകത്ത് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത് സ്മൂത്ത് മസിൽസ് ആണ്. നെക്സ്റ്റ് ആണ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഹാർട്ടിന്റെ മസിൽസ് ആണ്. ഹാർട്ടിന്റെ മുകളിൽ പ്രസന്റ് ആകുന്ന മസിൽസിനെയാണെന്ന് പറയുന്നത് സെൽസിനെ ടിഷ്യൂസിനെയാണെന്ന് പറയുന്നത് കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ഇതെപ്പോഴും ഇൻവോളണ്ടറി ആണ്. നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ. അത് നമ്മുടെ എന്താണ് നമ്മുടെ ബോഡി സിസ്റ്റത്തിനകത്ത് ഓൾറെഡി ഉള്ള സാധനമാണ്. അതെന്താണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഇൻവോളണ്ടറി ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സ്ട്രയേറ്റഡ് ടൈപ്പ് ഓഫ് മസിൽ ആണ്. കണ്ട അതിന്റെ സ്ട്രക്ചർ കണ്ടാൽ അറിയാം. പിന്നെ ഇതിനെങ്ങനെയാ വെച്ചാൽ മെയിൻ ആയിട്ട് വാൾസ് ഓഫ് ദ ഹാർട്ടിന്റെ മോളാണ് പ്രസന്റ് ഹാർട്ടിന്റെ വാളിന്റെ മോളാണ് പ്രസന്റ് ഉള്ളത്.
നെക്സ്റ്റ് മെയിൻ ആയിട്ട് 3 മെയിൻ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മയോകാർഡിയം, എപ്പികാർഡിയം ആൻഡ് എൻഡോകാർഡിയം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർഡിയാക് മസിൽസ് ഉണ്ട്. ഇതിൽ മയോകാർഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക് മിഡിൽ ലെയർ, അതായത് മിഡിൽ ലെയർ, ഹാർട്ടിന്റെ 2 ലെയറിന്റെ, അതായത് എപ്പികാർഡിയത്തിന്റെയും എൻഡോകാർഡിയത്തിന്റെയും നടുക്കുള്ള ലെയർ ആണെന്ന് പറഞ്ഞാൽ മയോകാർഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എപ്പികാർഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടർ ലൈനിങ്, എപ്പോഴും ഔട്ടർ ലൈനിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എപ്പികാർഡിയാണ്. എൻഡോകാർഡിയം എന്ന് പറഞ്ഞാൽ ഇന്നർ ലൈൻ. ഇങ്ങനെ 3 ടൈപ്പ് ആണിത്. നിങ്ങൾക്കറിയാം ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്. മെയിൻ ആയിട്ട് ഹാർട്ടിന്റെ വോൾ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര തിക്ക് ആയിരിക്കും. ഈ തിക്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, കാർഡിയാക് മസിൽസിന്റെ കമ്പിനേഷൻ കാരണമാണ്. കാരണം ഹാർട്ടിന്റെ ആക്ടിവിറ്റീസ് നിങ്ങൾക്കറിയാം, ബ്ലഡ് പമ്പ് ചെയ്യുക, ഓവറോൾ ബോഡിനകത്തേക്ക് നല്ല സ്ട്രെങ്തിലായിട്ട് എന്ത് ചെയ്യുക, ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ, കാർഡിയാക് മസിൽസിന്റെ ഫംഗ്ഷൻ. കാർഡിയാക് മസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക, നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക. പമ്പിങ് ആക്ടിവിറ്റീസ് ഉള്ള സമയത്ത് എന്തുണ്ടാവും, നോർമലി ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യും, നമ്മുടെ ഓവറോൾ ബോഡിനകത്തേക്ക് എന്ത് ചെയ്യും, ഹാർട്ടിന്റെ അകത്ത് ബ്ലഡ് പമ്പ് ചെയ്യും. ഓക്കെ, ഈ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും കാർഡിയാക് മസിൽസിന്റെ ഫംഗ്ഷൻ. അതായത് ഇത് ഒറ്റയ്ക്ക് കമ്പൈൻഡ് ആയിട്ട് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് എന്തുണ്ടാവും, ഓൾറെഡി നമ്മുടെ ബോഡീനെ ഓവറോൾ ബോഡിനകത്തേക്ക് എല്ലാ പാർട്ടിലേക്കും എന്ത് ചെയ്യും, ബ്ലഡ് പമ്പ് ആവും. നെക്സ്റ്റ് ഫോർത്ത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ ന്യൂറോണൽ ടിഷ്യൂസ് എന്നും ഇതിനെ പറയും. നമ്മുടെ ഓവറോൾ ബോഡിനകത്ത് എല്ലാ ഭാഗത്തേക്കും വരുന്ന സിഗ്നൽസിനെ, അതായത് നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ വേൾഡിന്റെ അകത്ത് കിട്ടുന്ന സിഗ്നൽസിനെ പിക്ക് ചെയ്യുന്നതും കമ്പൈൻ ചെയ്യുന്നതും കൊണ്ടുവരുന്ന ആരാണ്, നെർവസ് ടിഷ്യൂസ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ വേൾഡിലുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ്, നെർവസ് ടിഷ്യൂസ് ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നെർവസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓർഗനൈസ്ഡ്, ദേ ആർ ഓർഗനൈസ്ഡ് സെൽ. ബാക്കിയുള്ള ടിഷ്യൂസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വെൽ അറേഞ്ച്ഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൽസ് എപ്പോഴും എന്താണ്, നെർവസ് ടിഷ്യൂസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാ വെച്ചാൽ കുറെ നെർവസ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് എങ്ങനെയാണ് നെർവ് സെൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും, നെർവസ് ടിഷ്യൂസ് ഉണ്ടാവും. നെർവസ് ടിഷ്യൂസിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്, നെർവസ് സിസ്റ്റം വരുന്നത്. നമ്മുടെ ബോഡിനകത്ത് നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് നെക്സ്റ്റ് മോഡ്യൂളിനകത്ത് പഠിക്കാനുണ്ട്, നെർവസ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. മെയിൻ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിനകത്തെ മൂവ്മെന്റിന അതേപോലെ തന്നെ ബോഡി ആക്ടിവിറ്റീസിന അതേപോലെ തന്നെ സിഗ്നൽസിന എല്ലാത്തിനെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സാധനം എങ്ങനെയാ വെച്ചാൽ നെർവസ് ടിഷ്യൂസ് ആണ്. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായും മെയിൻ ആയിട്ട് എന്തൊക്കെയാ. ഫസ്റ്റ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു മൈലിൻ ഷീത്ത് ഉണ്ട്, പിന്നെ ആക്സോൺ എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ആക്സോൺ ടെർമിനൽസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. സെൽ ബോഡി ഉണ്ട്. നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽ സ്ട്രക്ചറിന്റെ ബാക്കി എല്ലാ സെല്ലിന്റെ അകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസിനകത്ത് നടക്കുന്നുണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, നെർവിന്റെ ഇതിനെല്ലാം മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എടുത്തിട്ടുണ്ട്. എന്ത്, ന്യൂറോണൽ സ്റ്റിമുലേഷൻസ്. അതിനകത്ത് അറിയാം വരുന്ന സിഗ്നൽസിനെ പിക്ക് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്സ് എന്ത് വരും, സറൗണ്ടിങ് ടിഷ്യൂസിന്റെ അകത്തുള്ള ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്ത് കൊണ്ടുവരും. ഗ്യാദർ ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ത് വരും, അതിനെ ആക്സോൺ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് എവിടത്തേക്ക് കൊടുക്കും, ആക്സോണിൽ കൊടുക്കും, അതായത് ആക്സോൺ ടെർമിനൽസിൽ കൊടുക്കും. ആക്സോൺ ടെർമിനൽസിൽ എന്ത് ചെയ്യും, അവിടുന്ന് അടുത്ത ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും, ഒരു സെൽസിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് എന്ത് ചെയ്യും, സെൽ ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ. അതായത് ഇങ്ങനെയാണ് ആക്ടിങ് വരുന്നത്. അതായത് എന്ത് ചെയ്യും, നോർമലി ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ഒരു ത്രൂ ഔട്ട് സെല്ലിന്റെ അകത്ത് മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു സെൽ ടു അതർ സെൽ എന്തുണ്ടാവുന്നത്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്. നോർമലി എന്ത് പറയുന്നത്, നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ ന്യൂറോണൽ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ വരുന്നത്, ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അതിപ്പം ചിലപ്പോൾ എന്തായിരിക്കും, ടെമ്പറേച്ചർ ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു സെൻസ് ആവാം, നമ്മുടെ കണ്ണിലേക്ക് വീഴുന്ന ലൈറ്റ് ആവാം, ലൈറ്റ് ഫ്രീക്വൻസീസ് ആവാം, സ്മെൽ ആവാം, ടേസ്റ്റ് ആവാം. ഈ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന ആരാണ്, ന്യൂറോണൽ ടിഷ്യൂസ് ആണ്. അതായത് കോമ്പിനേഷൻ ഓഫ് ന്യൂറോണൽ ടിഷ്യൂസ്. ഇത് എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫർമേഷൻസ് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഗ്യാദർ ചെയ്തിട്ട് എവിടെ കൊണ്ടുകൊടുക്കും, ബ്രെയിനിന് കൊണ്ടുകൊടുക്കും. ബ്രെയിനിന് കൊണ്ടുകൊടുക്കുന്ന സമയത്ത് ബ്രെയിൻ എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻസിന് അവിടെയുള്ള ന്യൂറോണൽ ടിഷ്യൂസ്, അവിടെയും ന്യൂറോണൽ ടിഷ്യൂസ് തന്നെ ബ്രെയിനകത്ത് ഫിൽ ചെയ്തുള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യും, ബ്രെയിൻ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്തെല്ലാം കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യും, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതർ മസിൽസിന് എന്ത് ചെയ്യും, അത് എന്തെങ്കിലും സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യണോ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ബോഡി ആക്ടിവിറ്റി മസിൽ കൺട്രാക്ഷൻ വേണോ, അതേപോലെ തന്നെ എന്ത് ചെയ്യും, എന്തെങ്കിലും ടൈപ്പ് ഓഫ് നമ്മുടെ വേപ്പർ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമുക്ക് വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബോഡി ടെമ്പറേച്ചർ കുറവാണ്, സറൗണ്ടിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് നമുക്ക് ഷിവർ ചെയ്യണോ. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, ബ്രെയിൻ ഇൻഫർമേഷൻസ് എങ്ങനെ ഹൈപ്പോതലാമസ് എങ്ങോട്ട് പാസ് ചെയ്യും, നമ്മുടെ ബോഡിനകത്തിൽ അതർ പാർട്സിലേക്ക് പാസ് ചെയ്യും. ഇതെല്ലാം ഈ ഇൻഫർമേഷൻസ് എല്ലാം ക്യാരി ചെയ്തുകൊണ്ടുവന്നു. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിന് ബാക്കി എല്ലാ സിഗ്നൽസും ക്യാരി ചെയ്ത് തിരിച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നവരാണ് ന്യൂറോണൽ സെൽസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ന്യൂറോണൽ ടിഷ്യൂസിന്റെ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ,
അതായത് ബോഡി ഫംഗ്ഷൻ, ഓവറോൾ ബോഡി ഫംഗ്ഷൻസിനെ ക്യാരി ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രോസസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയും ആകെ ന്യൂറോണൽ ടിഷ്യൂസിന് മാത്രമേ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞ സെൽസിനകത്ത് 2 സെൽസിന് മാത്രമുള്ള സ്പെഷ്യൽ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് എന്ത് ചെയ്യുക, വരുന്ന ഇൻഫർമേഷൻസിനെ പ്രോസസ് ചെയ്യാനും അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയുള്ള 2 സെൽസേ ഉള്ളൂ. അത് മസിൽ ടിഷ്യൂസും അതേപോലെ തന്നെ നെർവസ് ടിഷ്യൂസും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ആണ് നമ്മുടെ ബോഡിനകത്തെ ബയോളജിക്കൽ, ഇതാണ് ഇത്രയും നേരം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെന്ററി ടിഷ്യൂസും എലമെന്ററി ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷനും. ഓക്കെ, എലമെന്ററി ടിഷ്യൂസ് മെയിൻ ആയിട്ട് എത്ര ടൈപ്പ്? 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എപ്പിത്തീലിയം, രണ്ടാമത്തേത് കണക്റ്റീവ്, മൂന്നാമത്തേത് മസിൽ ആൻഡ് നാലാമത്തേത് നെർവസ് ടിഷ്യൂസ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സെക്രീഷൻസ് ആൻഡ് എന്താണ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്ക് വരുന്ന നമ്മുടെ ഓവറോൾ ബോഡിനകത്തേക്ക് വരുന്ന സിഗ്നൽസിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിന് അല്ലെ എന്തിനായാലും വരുന്ന എക്സ്റ്റേണൽ വേൾഡിന്റെ അകത്ത് നമ്മളെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ബോഡി ഓർഗൻസിന്, ബാക്കിയുള്ള ഓർഗൻസിന്, സറൗണ്ടിങ് ഓർഗൻസിന്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടി സെക്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് കാണപ്പെടുന്ന ഏരിയാസ് മെയിൻ ആയിട്ട് എവിടെയായിരിക്കും? എപ്പോഴും ഗ്ലാൻസിന്റെ ഇന്നർ സൈഡിൽ, അതായത് ഇന്നർ ലൈനും അത് ഔട്ടർ ലൈനും എപ്പോഴും എന്തായിരിക്കും? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആയിരിക്കും. ഇതാണ് എന്ത് ചെയ്യുക, സാധനങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യുക. ഡിഫ്യൂഷൻ നടക്കുന്ന ഏരിയ മെയിൻ ആയിട്ട് എന്തായിരിക്കും? ഈ ഏരിയ. അത് ബോഡിനകത്തേക്കും ബോഡിനകത്ത് പുറത്തേക്കുള്ള ഡിഫ്യൂഷൻസ് നടക്കുന്നത്, പുറത്തേക്കുള്ള എക്സ്റ്റേണൽ വേൾഡായിട്ടുള്ള എന്താണ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. രണ്ടാമത്തെ ആണെന്ത്? കണക്റ്റീവ് ടിഷ്യൂസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിന് ഒരു മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബ്ലഡ് വെസൽസ് പ്രസന്റ് അല്ല. ബ്ലഡ് വെസൽസ് പ്രസന്റ് അല്ലാത്തതിനെ കൊണ്ട് ആ ഏരിയ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കേസ് ചെറിങ്ങനെ കട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ബ്ലഡ് വരൂല. അതിന് കാരണം കട്ടായ ഏരിയ എപ്പോഴും എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് എന്നുള്ളതാ. എപ്പിത്തീലിയൽ ടിഷ്യൂസ് കട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ബ്ലീഡിങ് ഉണ്ടാവില്ല. കാരണം അവിടെ ബ്ലഡ് വെസൽസ് ഇല്ലല്ലോ. ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിലേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേതാണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂസ്. കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ, അതായത് ഡെർമിസിന്റെ ഏറ്റവും നെക്സ്റ്റ് ലെയറിനെയാണ് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസ്. ഇതിന്റെ പേര് പോലെ തന്നെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ഓർഗൻസിനെല്ലാം അതിന്റെ ഓരോരോ ഏരിയയിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്നെ വിചാരിച്ചു എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സിന് എവിടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ? ഹാർട്ടിന്റെ സ്ഥലത്തും ലിവറിന്റെ സ്ഥലത്തും അതേപോലെ തന്നെ എന്ത് ഡൈജസ്റ്റീവ് ട്രാക്ട് അവിടെയും ഒക്കെ നിൽക്കാനുള്ള കാരണം എന്താണ്? ഈ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അതായത് ഓരോരോ ഓർഗൻസിനെയും അതിന്റെ ഏരിയയിൽ പ്രൊട്ടക്ട് ചെയ്തത് ആ ഏരിയയിൽ എന്ത് ചെയ്യുക? നിലനിർത്തുക എന്നാണ് മെയിൻ ആയിട്ട് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ എന്ത് ചെയ്യുക? ബ്ലഡ് വെസൽസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബിങ്സ് ഒക്കെ മെയിൻ ആയിട്ട് എന്താ വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂസ്. അതായത് എന്താണ്? ഫ്ലെക്സിബിൾ ട്യൂബിങ്സിന്റെ അകത്തൊക്കെ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂസ് വരുന്നത്. തേർഡ് വൺ ആണ് എന്ത്? മസിൽ ടിഷ്യൂസ്. അതിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിനകത്ത് വരുന്ന എന്ത് ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനകത്ത് വരുന്ന മസിൽ, അതായത് എന്ത്? മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ ടിഷ്യൂസ്. ഓക്കെ, മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മൂവ്മെന്റ്, മെയിൻ ആയിട്ട് ലോക്കോമോഷൻ, ഹ്യൂമൻ ലോക്കോമോഷൻ എഫക്ട് ചെയ്യുന്നത് സ്കെൽറ്റൽ മസിൽസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? മസിൽ ടിഷ്യൂസ് ആണ്. അതായത് അതിനകത്ത് ക്ലാസിഫിക്കേഷനകത്ത് സ്കെൽറ്റൽ മസിൽസ് ഉണ്ട്. കാരണം സ്കെൽറ്റൽ മസിൽസ് ആണ് പറഞ്ഞതാണ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? നമുക്ക് മൂവ്മെന്റിന് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെ എന്ത് ചെയ്യണം? കമ്പൈൻ ആണോ? അതായത് ക്ലാസിഫിക്കേഷനകത്ത് മെയിൻ ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തെ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ ടിഷ്യൂസ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ മൂവ്മെന്റ്സ്. അതേപോലെ തന്നെ എന്ത്? നമ്മുടെ ഹാർട്ടിന്റെ കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞാൽ മെയിൻ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ 3 ടൈപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാർഡിയാക് മസിൽസ് ആണ്. അതിനകത്ത് വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട്. നേരത്തെ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ കണ്ടതാണ്. അതിനകത്ത് മെയിൻ ആയിട്ട് ഹാർട്ടിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ട് ഇൻവോളണ്ടറി ആണ്. അതിനകത്ത് എങ്ങനെയാണ് മെയിൻ ആയിട്ട് വരുന്നത്? പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാർട്ടിന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ എന്ത്? നമ്മുടെ അത് കാർഡിയാക് മസിൽസ്. നോർമലി വരുന്ന ബാക്കി എല്ലാത്തിന്റെയും ആക്ടിവിറ്റീസിനകത്ത് മൂവ്മെന്റ്, അതായത് നമ്മുടെ ബോഡിനകത്തുള്ള മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ആരാണ്? മസിൽ, അതായത് മസിൽ ടിഷ്യൂസ് ആണ്. നാലാമത്തേതാണ് ന്യൂറോണൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവസ് ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻ ആയിട്ട് നെർവസ് ടിഷ്യൂസിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ വരുന്ന ഇൻഫർമേഷൻസ്, എക്സ്റ്റേണൽ വേൾഡിലെ ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്ത് ക്യാരി ചെയ്ത് എവിടെ കൊണ്ടു കൊടുക്കുക? ബ്രെയിനിന് കൊണ്ടു കൊടുക്കുക. അതേപോലെ തന്നെ ബ്രെയിനിന്റെ അകത്ത് വരുന്ന ഇൻഫർമേഷൻസ് അവിടെ ന്യൂറോണൽ ടിഷ്യൂസ് തന്നെയാണുള്ളത്. അവിടെ പ്രോസസ് ചെയ്ത് എന്ത് ചെയ്യുക? നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു കൊടുക്കുക ഇൻഫർമേഷൻസ്. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ബോഡി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക. ഓവറോൾ എല്ലാ ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നെർവസ് ടിഷ്യൂസ് ആണ്. ഇതാണെന്ത്? 4 ടൈപ്പ് ഓഫ് എലമെന്ററി ടിഷ്യൂസും അതിന്റെ ക്ലാസിഫിക്കേഷൻസും. ഓക്കെ, നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ സെൻസേഴ്സ്. ബയോളജിക്കൽ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എങ്ങനെയാണ് പേര് കേട്ടാൽ എന്തോ വലിയ സാധനം ആയിരിക്കും.
ബയോളജിക്കൽ സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ഡിവൈസ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സിഗ്നലിന് അതിനകത്തേക്ക് പോകുന്ന ഒരു സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വേറൊരു ടൈപ്പ് ഓഫ് എനർജി ഫോം, അതായത് ഒരു എനർജി ഫോമിനെ സെൻസ് ചെയ്ത് ഒരു എനർജി ഫോമിനെ പിക്ക് ചെയ്തിട്ട് വേറൊരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോർമലി സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഹ്യൂമൻ ബോഡിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് 5 സെൻസ് ഉള്ളത്. ഏതൊക്കെയാ? വിഷൻ, പിന്നെന്താ ഓഡീഷൻ, അതേപോലെ തന്നെ സ്മെല്ല്, ടേസ്റ്റ്, അതേപോലെ തന്നെ എന്ത് ടച്ച്, അങ്ങനെ മെയിൻ ആയിട്ട് 5 സെൻസ് ഉള്ളത്. ഈ സെൻസസിനെ പിക്ക് ചെയ്യുന്ന ഓർഗൻസിനാണെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബയോളജിക്കൽ സെൻസസ്. അതായത് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെൻസ് തന്നെ, സെൻസ് ചെയ്യുന്ന ഓർഗൻ ആണ് സെൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എനർജി, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, അതായത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഇൻഫർമേഷൻ, അത് ചിലപ്പോൾ എന്തായിരിക്കും ഹീറ്റ്, ഒരു ഹീറ്റ് ചേഞ്ച് ആവാം, അത് ടെമ്പറേച്ചർ ചേഞ്ചസ് ആവാം, ചിലപ്പോൾ ലൈറ്റ്, അല്ലെങ്കിൽ മോഷൻ, ഒരു മൂവ്മെന്റ്, നമുക്ക് നേരെ എന്തെങ്കിലും ഒരു സാധനം വരിക, ഒരു മോഷൻ, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രസൻസ് ഓഫ് എ കെമിക്കൽ ആയിരിക്കും, അതെന്താ ടേസ്റ്റ് ആവാം, സ്മെൽ ആവാം, ഇതൊക്കെ കെമിക്കൽസ് അല്ലേ, അതൊക്കെ ആവാം. ഇതൊക്കെ എന്താണ് പിക്ക് ചെയ്യുന്നതും ഇതിനൊക്കെ പ്രോസസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബോഡിനകത്തെ സെൻസസ്. അതായത് നോർമലി ഒരു ഇലക്ട്രോണിക് ഡിവൈസിനകത്തുള്ള പോലെ തന്നെ നമ്മുടെ ബോഡിനകത്തെ സെൻസസ് ആയിട്ടുള്ള നമ്മുടെ സെൻസസ് ആണ് എന്ത് ഈ സാധനങ്ങളൊക്കെ പ്രോസസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതായത് 5 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൻസ് ആണ് എന്തുള്ളത് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ 5 എണ്ണാണ്. ഫസ്റ്റ് വൺ ആണ് എന്ത് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐസ് എന്താ ചെയ്യുന്നത്? സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സോറി ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യും. നമുക്ക് കണ്ണിലേക്ക് വീഴുന്ന ലൈറ്റ് ഫ്രീക്വൻസീസിനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അതായത് ലൈറ്റിന്റെ ഇൻഫർമേഷൻ, ലൈറ്റ് ഫ്രീക്വൻസീസിന് എന്ത് ചെയ്യുക? പിക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റിന്റെ നമ്മുടെ ഐസിന്റെ ഫംഗ്ഷൻ. രണ്ടാമത്തേതാണെന്ന് പറഞ്ഞാൽ ഇയേഴ്സ്. ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഫ്രീക്വൻസീസ്, നമുക്ക് വരുന്ന സൗണ്ട് ഫ്രീക്വൻസീസിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആരാണ്? ഇയേഴ്സ് ആണ്. അതേപോലെ തന്നെ സ്മെല്ലും അതേപോലെ മൗത്തും നോസും. ഇതെങ്ങനെയാ വെച്ചാൽ ഡിറ്റക്ട്സ് കെമിക്കൽസ്, അതായത് സെർട്ടൈൻ കെമിക്കൽ നമ്മുടെ മൗത്തിലേക്കായാലും സ്മെല്ലായിട്ട് പോകുന്നതായാലും ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൗത്തും നോസും ആക്ട് ചെയ്യുന്നത്. അഞ്ചാമത്തേതാണ് സ്കിൻ എന്ന് പറഞ്ഞാൽ, സ്കിന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഇതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ സെൻസ് ചെയ്യാന്നുള്ളതാണ് എന്ത്? ഫിസിക്കൽ മെക്കാനിസത്തിനെ സെൻസ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സ്കിന്നിന്റെ ഫംഗ്ഷൻ. ഇങ്ങനെ 5 ടൈപ്പാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഏതൊക്കെയാണുള്ളത്. മെയിൻ ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓൾഫാക്ടറി, ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇമേജിനകത്ത് മനസ്സിലാവും. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ട് എന്താണ്? നമ്മുടെ സ്മെല്ലിന്റെ. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നൈസൽ ക്യാവിറ്റീസ്, മെയിൻ ആയിട്ട് സ്മെല്ല്, ഓരോരോ പാർട്സ് ഓഫ് ദ നോസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഒന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് സ്മെല്ല് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്തെടുക്കുന്നത് പറയുന്നത്. ഫസ്റ്റ് എങ്ങനെയാ വെച്ചാൽ സ്മെല്ല് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്മെല്ല് നമ്മുടെ നേസൽ ക്യാവിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ നിങ്ങൾക്കറിയാം സ്മെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പാർട്ടിക്കിൾസ്, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ ആണ്. ആ കെമിക്കൽ എന്ത് ചെയ്യും? ബോഡിയിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യും? ഓൾഫാക്ടറി ബൾബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർമലി സ്മെല്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നോർമലി ഇതിന്റെ കെമിക്കൽസ്, അതായത് നമ്മുടെ ബോഡിനകത്തല്ലേ അല്ലെങ്കിൽ സറൗണ്ടിങ് ഏരിയയിലുള്ള ഇൻഫർമേഷൻസ് അല്ല, സ്മെല്ലിന്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? കെമിക്കൽസ്. ഈ കെമിക്കൽസ് എന്ത് ചെയ്യും? ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ നോസിന്റെ അതേ കയറും, ആ നോസ്ട്രിൽസിന്റെ അതേ കയറും. കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയുള്ള ചെറിയ വളരെ സ്മോൾ ആയിട്ടുള്ള അത് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഈ മോളിക്യൂൾസിനകത്തും സെൽസിന്റെ അകത്തേക്ക് എന്ത് ചെയ്യും? ഈ സാധനം കെമിക്കൽസ് ആയിട്ട് എന്ത് ചെയ്യും? ആക്സ് ആവും. ഈ കെമിക്കൽസിന് തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇത് ന്യൂറോണൽ ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ന്യൂറോണൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? നോർമലി ബോഡിനകത്തേക്ക് എന്ത് ചെയ്യും? ന്യൂറോണിനെ നമ്മുടെ നെർവസ് സിസ്റ്റം ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് ബ്രെയിനിന് കൊണ്ടുകൊടുക്കും. ബ്രെയിനിന് കൊണ്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യും? ഈ ബ്രെയിൻ ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്ത് ഇന്ന സ്മെല്ലാണ് വന്നത്, നമ്മുടെ ബോഡിക്ക് നല്ലതാണോ, ബോഡിക്ക് ഹാർംഫുൾ ആണോ എന്നുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? ബോഡിന്റെ സറൗണ്ടിങ് ഏരിയാസിനോട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസറി റിസീവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ അതായത് എൻഡിങ്സ്, നെർവ്സിന്റെ എൻഡിങ്സ് ആണ് സെൻസറി റിസപ്റ്റേഴ്സ്, അതായത് റിസീവ് ചെയ്യുന്ന ഓർഗൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നോർമലി ഉള്ള എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള നമ്മുടെ ബോഡിന്റെ ഇന്ററാക്ഷൻ ആണെന്ന് പറയുന്നത് സെൻസസ് എന്ന് പറയുന്നത്. ബോഡി എങ്ങനെയാണോ, നമ്മുടെ ഹ്യൂമൻ ബോഡി എങ്ങനെയാണോ എക്സ്റ്റേണൽ വേൾഡിനെ റിക്കഗ്നൈസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? സെൻസ്. അതായത് നമ്മുടെ ബോഡിനെ എക്സ്റ്റേണൽ വേൾഡിനെ കാണുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ലൈറ്റ്, അതായത് നമുക്കൊരു പാർട്ടിക്കിളിനെ കാണണം, അത് ലൈറ്റ് ഇൻഫർമേഷൻ ആണ് നമുക്ക് പാസ് ചെയ്യാം. ഇതേപോലെ വരുന്ന ഇൻഫർമേഷൻസ്, ഇപ്പൊ സൗണ്ട് ആയാലും ലൈറ്റ് ആയാലും അങ്ങനെ എന്ത് തന്നെയായാലും ഇതിനെ ആക്സസ് ചെയ്യുന്ന ആരാണ്? സെൻസസ്, നമ്മുടെ ബോഡിയിലെ സെൻസസ് ആണ്. അതായത് ഈ സെൻസറി ഇൻഫർമേഷൻസിനെ ഫസ്റ്റ് തന്നെ ബോഡിയിലേക്ക് ആക്സസ് ചെയ്യുന്ന ഏരിയനാണെന്ന് പറയുന്നത് സെൻസറി റിസപ്റ്റേഴ്സ് ആണ്, ജസ്റ്റ് റിസീവേഴ്സ്. അതായത് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻഫർമേഷൻസ് എന്താണോ അതിനെ റിസീവ് ചെയ്യുന്ന ഏരിയനാണ് നമ്മൾ എന്ന് പറയുന്നത്
സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ വെച്ചാൽ സെൻസറി റിസപ്റ്റേഴ്സ് ഇത് എങ്ങനെ വെച്ചാൽ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ആണ്. എവിടെ എങ്ങനെ വെച്ചാൽ നമ്മുടെ മെയിൻ ആയിട്ട് എവിടെയൊക്കെയാണ് പ്രസൻസ് ഉള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ സെൻസസിനകത്ത് ഏതൊക്കെയാണ് ഐസ്, അത് സെൻസറി ഓർഗൻസിനകത്ത് ഐസ്, ഇയേഴ്സ്, നോസ്, മൗത്ത്, അതേപോലെ തന്നെ ഇതേപോലത്തെ ഓർഗൻസിലെല്ലാം പ്രസന്റ് ആയിട്ടാണെന്നുള്ളത് സെൻസറി റിസപ്റ്റേഴ്സ്. അതിലൊക്കെ എൻഡിങ്സ് എവിടെയാണുള്ളത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ് എപ്പോഴും നമ്മുടെ സെൻസറി ഓർഗൻസ് ആയിട്ടുള്ള ഈ ഏരിയാസിലൊക്കെയാണ് ഉള്ളത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ നമ്മൾ റിക്കഗ്നൈസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ വേൾഡിനെ റിക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്, ഈ സെൻസറി ഓർഗൻസ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ സെൻസറി ഓർഗൻസിന്റെ അകത്ത് ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിനകത്ത് വരുന്ന, അതായത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എക്സ്റ്റേണൽ വേൾഡിന്റെ ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുക, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഏരിയ ആണെന്ന് പറഞ്ഞാല് സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല്. ഇനി നമുക്ക് നോക്കാം, മെയിൻ ആയിട്ട് 5 സെൻസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 സെൻസസിന്റെ അകത്ത് ഓരോന്നിനകത്ത് വരുന്ന റിസപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഐ. ഐന്റെ അകത്ത് വരുന്നത് റിസപ്റ്റേഴ്സ് ഓഫ് ഐ. റിസപ്റ്റേഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, റോഡ്സ്, കോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് എങ്ങനെയാ വെച്ചാൽ റെറ്റിന, നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, സെൻസറി റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളത്. അതായത് അവിടെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്, ഒരു കോൺവെക്സ് ലെൻസ് നമ്മുടെ കണ്ണിന്റെ അകത്തുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. ആ കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുക, റെറ്റിനയുടെ മുകളിലേക്ക് ഇമേജസ് എന്താണ്, ഇമേജ് കൊണ്ടുപോയിട്ട് ഫോളോ ചെയ്യും. ആ ഇമേജ് ഫോളോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻവേർട്ടഡ് ആയിട്ട് ഇമേജ് ഫോളോ ചെയ്യും. ആ ഇമേജ് ഫോളോ ചെയ്യുന്ന ഏരിയനാണ് നമ്മുടെ ഐന്റെ ഇന്നർ ലൈൻ സ്ട്രക്ചറിനാണെന്ന് പറയുന്നത്. അത് ഭയങ്കര സെൻസിറ്റീവ് ആയ ഇന്നർ ലൈൻ സ്ട്രക്ചർ എന്നെയാണെന്ന് പറയുന്നത് റെറ്റിന എന്ന് പറയുന്നത്. ആ റെറ്റിന, ഓക്കെ, ആ ഭാഗം റെറ്റിനയുടെ അകത്ത് കാണുന്ന സെൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ്സും കോൺസും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആണെന്ത്, മെയിൻ ആയിട്ട് വിഷന്റെ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ സെൻസറി റിസപ്റ്റർ ആയിട്ടുള്ള റോഡ്സും കോൺസും, ഓക്കെ, റോഡ്സും കോൺസും എന്താ ചെയ്യുക, റോഡ്സിന്റെ ഫംഗ്ഷൻ എങ്ങനെയാ വെച്ചാൽ ലോ എനർജി ലൈറ്റിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ലോ ഫ്രീക്വൻസിയിലെ സൗണ്ട്, സോറി ലൈറ്റ്, ലോ ഫ്രീക്വൻസിയിലെ ലൈറ്റ് വേവ്സ് അതിന്റെ മുകളിൽ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ലൈറ്റ് സിഗ്നൽസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ന്യൂറോണൽ സ്റ്റിമുലേഷൻ കൺവേർട്ട് ചെയ്യും. ന്യൂറോണൽ സ്റ്റിമുലേഷൻസ് എന്ത് കൊടുക്കും, അതിന്റെ ബാക്കിലെ ന്യൂറോണൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യും, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതായത് മെയിൻ ആയിട്ട് ഇതിന് പറയുന്നത് സ്കോട്ടോപിക് വിഷൻ എന്നാണ്. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡാർക്ക് ലൈറ്റ് വിഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഡാർക്കിലുള്ള വിഷൻ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ് സെൽസ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൽസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ കോൺ സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്. സെൻസറി റിസപ്റ്റേഴ്സ് ആയില്ല കോൺസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ കളേർഡ് വിഷൻ, നമ്മുടെ കണ്ണിന് കളേർഡ് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ലൈറ്റിന്റെ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, കോൺസ് ആണ്. അത് ഹൈ ഫ്രീക്വൻസി ലൈറ്റ് ഫ്രീക്വൻസീസിന്റെ മുകളിൽ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ആ വരുന്ന ലൈറ്റിന് എന്ത് ചെയ്യും, ന്യൂറോണൽ സ്റ്റിമുലേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതിന് പറയുന്നത് ഫോട്ടോപിക് വിഷൻ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെൻസർ ഓഫ് ഹിയറിംഗ്. ഹിയറിംഗിന്റെ സെൻസർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ എവിടെയാണ്, ചെവിയിൽ കോക്ലിയർ, ചെവിന്റെ ഇന്നർ ഇയറിന്റെ അകത്തുള്ള കോക്ലിയന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രസന്റ് ആയിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ സെൽസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് കോക്ലിയന്റെ അകത്ത് കുറച്ച് ഹെയർ സെൽസ് ഉണ്ട്. ഹെയർ സെൽസ് ആണ് എന്ത്, റിസപ്റ്റർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ റിസപ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ വരുന്ന ഇൻഫർമേഷൻ, അതായത് എന്ത് ഇൻഫർമേഷൻ ആണോ അതിന്റെ മുകളിൽ വീഴുന്നത്, ആ ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്തിട്ട് ന്യൂറോണൽ സ്റ്റിമുലേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിസപ്റ്ററിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഈ വരുന്ന സിഗ്നൽസിന് എന്ത് ചെയ്യും, ഈ സാധനം റിസീവ് ചെയ്തിട്ട് ഒരു ന്യൂറോണൽ ഇൻഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഹിയറിംഗിന്റെ റിസപ്റ്റർ പറഞ്ഞു ഞാൻ, എന്താണ്, ഹെയർ സെൽസ് ആണ്. അതേപോലെ തന്നെ ബാലൻസിന്റെ ഇത് എന്താണ്, ഹെയർ സെൽസ് ആണ്. ഇത് എങ്ങനെയാ വെച്ചാൽ കോക്ലിയന്റെ മുകളിൽ ആണ് എന്ത് ചെയ്യുക, ലൈൻ ചെയ്തത്. നിങ്ങൾക്കറിയാം, നോർമലി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, വരുന്ന സൗണ്ട് സിഗ്നൽസ് എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആയിട്ട് നമ്മുടെ മിഡിൽ ഇയർ കൺവേർട്ട് ചെയ്യും. അതായത് ഇയറിന് 3 സ്ട്രക്ചർ ആണുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, ഒരു മിഡിൽ ഇയർ ഉണ്ട്, ഒരു ഇന്നർ ഇയർ ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ഇയർ എന്താ ചെയ്യുക, വരുന്ന സൗണ്ട് സിഗ്നൽ എക്സ്റ്റേണൽ ഇയർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വരും ഒരു ഇയർ ഡ്രം വരാനുണ്ട്. ഇയർ ഡ്രം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സിഗ്നൽസിനെ മെക്കാനിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. മെക്കാനിക്കൽ സിഗ്നൽസ് എന്ത് ചെയ്യും, പിന്നെ വരുന്നത് എന്താണ്, മെക്കാനിക്കൽ സ്റ്റിമുലേഷൻ, അതായത് മെക്കാനിക്കൽ വൈബ്രേഷൻസ് മാത്രമേ എന്ത് ചെയ്യും മിഡിൽ എയറിൽ എത്തുന്നുള്ളൂ. മിഡിൽ ഇയറിൽ എത്തിയിട്ടുള്ള മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ ഓസിക്കിൾസ് എന്ന് പറയുന്ന 3 ബോൺസ്, മാരിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞ 3 ബോൺസ് ഉണ്ട്. ഈ ബോൺസ് എന്ത് ചെയ്യും, ഈ മെക്കാനിക്കൽ, അതായത് ഇയർ ഡ്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ത് ചെയ്യും, ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് ആർക്ക് കൊണ്ടേ കൊടുക്കും, ഉള്ളിലുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള കോക്ലിയക്ക് കൊണ്ടേ കൊടുക്കും. ആ കോക്ലിയ എന്ന് പറയുന്ന ഏരിയ, അത് നിങ്ങൾ കണ്ട ഒരു സ്നെയിലിന്റെ ആകൃതിയിലുള്ള ഒരു സ്ട്രക്ചർ, അവിടെയാണെന്നുള്ളത് ഹെയർ സെൽസ് ഉള്ളത്. ഓക്കെ, ഈ ഹെയർ സെൽസ് എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ലൈൻ ആണ്. ഓക്കെ, ലൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വരുന്ന മെക്കാനിക്കൽ വൈബ്രേഷൻസിനനുസരിച്ച് എന്തുണ്ടാവും, ഈ ഹെയർ സെൽസിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. ഹെയർ സെൽസിന്റെ മൂവ്മെന്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെക്കാനിക്കൽ വൈബ്രേഷൻ, അതാണ് എന്ത്, ഹെയർ സെൽസിന് അത് എങ്ങോട്ടാണോ സൗണ്ട് അതിനനുസരിച്ച് വരുന്ന മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്ത് ചെയ്യും, ഇത് ബെൻഡ് ആവോ ഹൊറിസോണ്ടൽ ആവോ എന്തെങ്കിലും ഒരു പ്രോസസ്സിലേക്ക്, അതായത് ഇത് ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുന്നത്, അതായത് അതിന് നെസസറി ആയിട്ടുള്ള എന്ത് ചെയ്യും, ഓഡീഷൻ ആയിട്ടുള്ള എന്ത് നെർവ് സ്റ്റിമുലേഷൻസ് പ്രൊഡ്യൂസ് ആവും. ആ നെർവ് സ്റ്റിമുലേഷൻസ് ഞാനും പിക്ക് ചെയ്ത് ഓഡിറ്ററി നെർവ് കൊണ്ടു കൊടുക്കും, ബ്രെയിനിന് കൊണ്ടു കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മള്
ഇൻഫർമേഷൻസ് നമുക്ക് ബോഡിയിലേക്ക് ഗ്യാദർ ആവും. നെക്സ്റ്റ് ആണ് എന്ത്? ബാലൻസ്. ബാലൻസിന്റെ കേസിനും ഇതേ ഹെയർ സെൽസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. അത് ഫംഗ്ഷൻ ചെയ്യുന്നത് റിസപ്റ്റർ എന്ന് പറഞ്ഞ ഹെയർ സെൽസ് തന്നെയാണ്. പക്ഷെ എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മുടെ ഇന്നർ എയർ ആയിട്ടുള്ള ഇന്നർ ഇയറിന്റെ അകത്തുള്ള യൂട്രിക്കിളിന്റെ അകത്തും അതേപോലെ തന്നെ സാക്യൂൾസിന്റെ അകത്താണ് പ്രസന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ കോക്ലിയന്റെ മുകളിൽ തന്നെ എന്തുണ്ട്? കോക്ലിയന്റെ സറൗണ്ടിങ് സ്ട്രക്ചർ ആയിട്ടുള്ള സാക്യൂൾസ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ യൂട്രിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കനാൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനകത്താണ് എന്ത് ചെയ്യുക? സാക്യൂൾസും അതായത് യൂട്രിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഏരിയയിലുള്ള ഹെയർ സെൽസ് ആണ് എന്ത് ചെയ്യുക? റിസപ്റ്റേഴ്സ്, അതായത് ബാലൻസിന്റെ റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൂവ്മെന്റിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ നമ്മുടെ എന്ത് ചെയ്യും? ഹെഡ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ഇയറിനകത്തുള്ള ഈ ഏരിയ, അതായത് സർക്കുലേറ്ററി കനാൽസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ഇന്റേണൽ സ്ട്രക്ചറുള്ള ഈ കനാലിനകത്തുള്ള എന്ത് ചെയ്യും? ഹെയർ സെൽസ് ബെൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് ഗ്യാദർ ആവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ റിസപ്റ്റർ, അതായത് സെൻസറി റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ബാലൻസിന്റെ റിസപ്റ്റർ ഹെയർ സെൽസ് ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്? സെൻസറി റിസപ്റ്റേഴ്സ് ഓഫ് ടേസ്റ്റ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി നിങ്ങൾക്കൊക്കെ അറിയാം, ടെങ്ങിന്റെ മുകളിൽ, നമ്മുടെ ടെങ്ങിന്റെ മുകളിൽ പ്രസന്റ് ആയിട്ടുള്ള എന്താണ്? ടേസ്റ്റ് ബഡ്സിന്റെ അകത്താണ് എന്ത്? റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് എങ്ങനെയാ വെച്ചാൽ ഇൻഫർമേഷൻസ് ടേസ്റ്റ് ബഡിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? ഗ്യാദർ ചെയ്തുകൊണ്ടിട്ട് എന്ത് ചെയ്യും? ഓക്കെ, ഗ്യാദർ ചെയ്തുകൊണ്ടിട്ട് എന്ത് ചെയ്യും? കെമിക്കൽസ്, അത് വരുന്ന കെമിക്കൽസിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഓരോ ബോഡിയിൽ ഇപ്പോൾ ടേസ്റ്റ് ആണോ, ടേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സോൾട്ട് ആണോ അല്ലെങ്കിൽ സ്വീറ്റ് ആണോ, എന്താണോ വന്നിരിക്കുന്നത്, അതിന് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? ടേസ്റ്റ് ബഡ്സ് ക്യാരി ചെയ്യും. ടേസ്റ്റ് ബഡ്സ് ക്യാരി ചെയ്തിട്ട് ആർക്ക് കൊണ്ടു കൊടുക്കും? ഈ സാധനം സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ന്യൂറോണൽ സ്ട്രക്ചേഴ്സ്, ടെങ്ങിന്റെ ഉള്ളിലുള്ള എന്തിനു കൊടുക്കും? ന്യൂറോണൽ സ്ട്രക്ചേഴ്സിന് കൊടുക്കും. അത് ഇൻഫർമേഷൻ ക്യാരി ചെയ്ത് എന്ത് ചെയ്യും? നോർമലി ബ്രെയിനിന് കൊണ്ടുപോകും. ഇതാണെന്ത്? ഫോർത്ത് വൺ ആയിട്ടുള്ള സെൻസർ ഓഫ് ടേസ്റ്റ്, അതായത് റിസപ്റ്റർ ഓഫ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ടേസ്റ്റ് ബഡ്സ്. നെക്സ്റ്റ് വൺ ആണ് റിസപ്റ്റർ ഓഫ് സ്മെൽ. സ്മെല്ലിന് എന്താണ്? ഓഡോറന്റ് മോളിക്യൂൾസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ഓഡോറന്റ് മോളിക്യൂൾസ് എവിടെയുണ്ട്? നോസിനകത്തുണ്ട്. ഇതാണെന്ത്? എവിടെയാണെന്ന് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാ വെച്ചാൽ ഈ ഓഡോറന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ സാധനം വരുന്ന സ്മെല്ലിനകത്തുള്ള എന്ത് ചെയ്യും? കെമിക്കൽസിന്റെ കോമ്പിനേഷൻസ് ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യും? വരുന്ന ഇൻഫർമേഷൻസിനെ പ്രോസസ് ചെയ്ത് ആർക്ക് കൊണ്ടു കൊടുക്കും? ന്യൂറോണൽ സ്റ്റിമുലേറ്റേഴ്സ് ആയിട്ടുള്ള അതിന്റെ ബാക്കിൽ വരുന്ന ന്യൂറോണൽ എന്തിനു വേണ്ടിയിട്ട്? ന്യൂറോൺസിന് കൊണ്ടു കൊടുക്കും. ആ ന്യൂറോൺസ് എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? നമ്മുടെ ബ്രെയിനിന് കൊടുക്കും. ബ്രെയിൻ എന്ത് ചെയ്യും? അപ്പം ഈ സാധനം റിക്കഗ്നൈസ് ചെയ്തിട്ട് ഇന്ന സ്മെല്ലാണ് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആണ് റിസപ്റ്റേഴ്സ് ഓഫ് സ്കിൻ. ഇതിന് സ്കിന്നിന്റെ അകത്ത് വരുന്ന റിസപ്റ്റേഴ്സിനകത്ത് കുറച്ച് കൂടുതൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന മെക്കാനിക്കൽ ആക്ഷൻസ്, ഓക്കെ, വരുന്ന പ്രഷർ ഉണ്ടോ, അതേപോലെ തന്നെ എന്ത് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിന് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടോ, അതേപോലെ തന്നെ എന്ത് പെയിൻ, ഈ സാധനങ്ങളൊക്കെ റിക്കഗ്നൈസ് ചെയ്യുന്നതാണ് സ്കിന്നിന്റെ മുകളിലുള്ള മെയിൻ ആയിട്ട് സ്കിന്നിന്റെ മുകളിലുള്ള റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് ഫസ്റ്റ് മെക്കാനിക്കൽ ആക്ഷൻസ്, ഫിസിക്കൽ ചേഞ്ചസ് ആയ മെക്കാനോ റിസപ്റ്റേഴ്സ് ആണ് റിസീവ് ചെയ്യുക. അതേപോലെ തെർമൽ ചേഞ്ചസ് ആണെങ്കിൽ തെർമോ റിസപ്റ്റേഴ്സ്, അതേപോലെ തന്നെ പെയിൻ ആണെച്ചാൽ നോസിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് എന്ത്? ഇതിന്റെ സ്ട്രക്ചർ, മെയിൻ ആയിട്ടുള്ള വരുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് തന്നെ കീമോ റിസപ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ. അതായത് നമ്മുടെ സാധാരണ ന്യൂറോണിന്റെ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ റിസീവേഴ്സ് കാണാം. മേലത്തെ റിസപ്റ്റർ എൻഡിങ്സ് ആണ് മേലെ കാണുന്ന ഭാഗം. അത് ABCD കാണുന്ന മേലെ കാണുന്ന ഭാഗം, അത് കെമിക്കൽസ്. മെയിൻ ആയിട്ട് ഫസ്റ്റ് കാണുന്നത് എന്താ? കെമിക്കൽസ് കീമോ റിസപ്റ്റേഴ്സിന്റെ ആണ് ഫസ്റ്റ് കാണുന്നത്. അതായത് മിഡിലാണ് എന്ത് വരുന്നത്? നമ്മുടെ നോർമലി ഹെഡ് വരുന്ന ഭാഗം, അതായത് എന്തിന്റെ? ന്യൂറോണൽ സിഗ്നൽസിന്റെ നോർമൽ ന്യൂറോൺസിന്റെ സ്ട്രക്ചറിനെ വെച്ചിട്ട് ചെറിയ ഓരോരോ ചേഞ്ചസ് ആണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഓവറോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓവറോൾ ചേഞ്ച്, അതായത് ഓവറോൾ ചേഞ്ച് വരുന്ന ഭാഗം എവിടെയാണ്? ഇത് മേലത്തെ, അതായത് ഇതിന്റെ സ്ട്രക്ചർ, ഹെഡിന്റെ സ്ട്രക്ചർ എങ്ങോട്ടാണോ ചേഞ്ച് ഇരിക്കുന്നത് ആ ഏരിയ ആണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്തിനാണ്? കീമോ റിസപ്റ്റേഴ്സിന്റെ ആണ്. രണ്ടാമത്തേത് വരുന്നത് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഹെഡ് എപ്പോഴും അപ്പർ സൈഡിലായിരിക്കും വരുന്നത്. അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തേത് എന്താണ്? സെൻസറി സെൽ ആയിട്ട് പ്രഷർ. മൂന്നാമത്തേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ, അതായത് മെക്കാനോ റിസപ്റ്റേഴ്സിന്റെ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറിനാണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ലാസ്റ്റ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, അതായത് ലൈറ്റ് നമ്മുടെ ഐന്റെ അകത്തുള്ളത്, അത് ഫോട്ടോ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൂന്നെണ്ണം എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ മുകളിലുള്ള 3 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണത്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി ഇത് ഓവറോൾ. ഹലോ, കേൾക്കാൻ ടീച്ചറെ പറഞ്ഞോളൂ. മിസ് ക്ലാസ് ഇത്രയേ ഉള്ളൂ മിസ്. വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. Okay, thank you teacher. Thank you for the session.
ഇനി ആർക്കെങ്കിലും സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ Q&A എന്ന് പറയുന്ന ബോക്സിൽ കമന്റ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ടീച്ചർ താങ്ക് യു, നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പോൾ വിൽ മീറ്റ് വിത്ത് അനദർ സെഷൻ ഓഫ് ബേസിക് മെഡിക്കൽ സയൻസ്. അപ്പോൾ ടീച്ചർ താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സ്റ്റുഡൻസ്. ഓക്കെ മിസ്, താങ്ക് യു മിസ്.